വിശുദ്ധ അൽഫോൻസാമ്മയുടെ യഥാർത്ഥ പേരെന്താണ്? വിശുദ്ധ അൽഫോൻസാമ്മയുടെ യഥാർത്ഥ പേര് അന്നക്കുട്ടി. വിശുദ്ധ അൽഫോൻസാമ്മ എപ്പോഴാണ് ജനിച്ചത്? 10 ഓഗസ്റ്റ് 19. വിശുദ്ധ അൽഫോൻസാമ്മ എവിടെയാണ് ജനിച്ചത്? കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുടമായൂരിൽ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാതാപിതാക്കളുടെ പേരെന്താണ്? പിതാവിന്റെ പേര് ജോസഫ് മുട്ടത്ത് പാദത്ത്, മാതാവിന്റെ പേര് മേരി. വിശുദ്ധ അൽഫോൻസാമ്മ ഏത് സന്യാസ സഭയിൽ ചേർന്നതാണ്? ഫ്രാൻസിസ്കൻ ക്രൈസ്റ്റ് കോൺഗ്രിഗേഷൻ. എങ്ങനെയാണ് വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് അൽഫോൻസ് എന്ന പേര് ലഭിച്ചത്? വിശുദ്ധ അൽഫോൻസാമ്മ സന്യാസ സഭയിൽ ചേർന്നപ്പോൾ അൽഫോൻസ ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന പേര് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമ്മയെ ആയത്? അവൾ സഹനവും വിശ്വാസ ജീവിതവും നയിച്ചതിനാലും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും സന്തോഷത്തോടെ സഹിച്ചതിനാലും പ്രശസ്തയാണ്. എപ്പോഴാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ മരണം? 1946 ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമ്മ മരണമടഞ്ഞത്. എപ്പോഴാണ് വിശുദ്ധ അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്? 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശുദ്ധ അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. എവിടെയാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറുകൾ സ്ഥാപിക്കുന്നത്? കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ഭരണജ്ഞാനം എന്ന സ്ഥലത്താണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ എപ്പോഴാണ് ആഘോഷിക്കപ്പെടുന്നത്? ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. ഏത് രാജ്യത്തിന്റെ ആദ്യ വനിത വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ? ഇന്ത്യയിലെ ആദ്യ വനിത വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ആദ്യത്തെ അത്ഭുതം എന്താണെന്ന്? കാലിന് വൈകല്യമുള്ള ജിനിൽ എന്നൊരു കുട്ടിക്ക് വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥത്താൽ സൗഖ്യം ലഭിക്കുകയും അത് ആദ്യത്തെ അത്ഭുതമായി അംഗീകരിക്കുകയും ചെയ്തു. വിശുദ്ധ അൽഫോൻസാമ്മ രോഗികളുടെ കച്ചവടം അനുഭവിക്കുകയും മധ്യസ്ഥയാണ്.